ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പേപ്പർ അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒരു കുഞ്ഞൊരു പേപ്പർ വെച്ചിട്ടൊരു സാധനമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു അത് കണ്ടാലോ. ഇതാണ് സാധനം. മുമ്പിൽ തന്നെ പെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ജ്യൂസാണ് കേട്ടോ. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയായി. നല്ല സോഫ്റ്റാണ്. ബാക്കിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് വരച്ചിട്ട് വരാം. ഞാൻ ലൈറ്റ് ഇടാൻ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ സാധനങ്ങൾ വേണമെങ്കിൽ പറയുക കേട്ടോ, വേഗം തന്നെ. ഗീവ് അവേ സമയം കഴിയാറായി, വേഗം പറഞ്ഞോളൂ. അല്ലെങ്കിൽ കിട്ടിയില്ല പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാതെ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പേന എടുക്കാം കേട്ടോ. ഓക്കെ, പേന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേനേൻ്റെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഞാൻ എടുത്തേക്കുന്നത് പർപ്പിൾ കളറാണ് കേട്ടോ. പർപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെന്തിനാണ് നീട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കാര്യമുള്ളൊരു സാധനമാണ് കേട്ടോ. പർപ്പിൾ ബോക്സിൻ്റെ നേരെയുള്ള ബോക്സിൽ ഞാൻ ഒരു ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ടിക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഉപ്പിടുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഉപ്പ്. ഇനി ഞാൻ എൻ്റെ പേര് എഴുതാൻ പോകണം കേട്ടോ. DAKSHA. ഇതാണ് എൻ്റെ സ്പെല്ലിങ്ങിൻ്റെ പേര്. ലാസ്റ്റ് N ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മമ്മയൊക്കെ ഒന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഇതാ കണ്ടോ അമ്മമ്മ ഇരിക്കുന്നത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ കളറാണ് കേട്ടോ ഞാൻ എടുത്തത്. കളറിൽ ഞാൻ ചൂസ് ചെയ്ത കളറാണോ അതോ വേറെ കളറാണോ നോക്കാം. ഇത് പർപ്പിളാണ്. പർപ്പിൾ തന്നെയാണ് കേട്ടോ. യെസ്, പർപ്പിൾ കളറാണിത്. ഇവിടെ സൈഡിലുള്ള ബോക്സിൽ ടിക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ ടിക്ക് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി. ടിക്കും സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഒപ്പും പേരൊക്കെ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അടുത്തത് ഒരു ഡ്രോയിങ് പെയിൻറ്റിങ് ആണ്. ഇത് പെയിൻറ്റിങ് ആണോ വേറെ എന്തോ സാധനമാണോ എന്നറിയില്ല. നമുക്ക് നഖത്തിലൊക്കെ ഒട്ടിക്കാം കേട്ടോ. നഖമെല്ലാം കയ്യിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നഖത്തിലൊട്ടിച്ച പോലെ തോന്നുള്ളൂ. ഇങ്ങനെ തിരിച്ചിട്ടേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ വേണമെങ്കിൽ ഒരു സാധനം ഇതുപോലത്തെ ബാക്കിലും വരയ്ക്കാം, മുന്നിലും വരയ്ക്കാം. അതൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ വരയ്ക്കാത്ത കാരണമാണ് ബാക്കിൽ വൈറ്റ് കളറ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സ്പോഞ്ച് ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത്. സ്പോഞ്ചിൽ ഒരു കുഞ്ഞൊരു ജ്യൂസിൻ്റെ ഇതാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ജ്യൂസ് പാക്കറ്റും ജ്യൂസ് സ്പോഞ്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇത് അടിയിലൊരു സാധനം ഉണ്ട്. അത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ചിത്രം ആറോ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് വരും കേട്ടോ. പിന്നെ നാളെ ഞാൻ അവിടെ ക്ലീൻ ആക്കും കേട്ടോ. ഫുള്ള് വലിച്ചൊരിട്ടേക്കാണ്. നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു സാധനമാണ്, നല്ല ക്യൂട്ടാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടില്ല ഇങ്ങനെ കാണിക്കാം. ഒരു മിനിറ്റ് ആദ്യം കാണിച്ചു തരാം. ആണും പെണ്ണും ഉണ്ട്. ആണിൻ്റെ പേര് തുമ്പൻ, പെണ്ണിൻ്റെ പേര് തുമ്പി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സാധനം കാർഡ്ബോർഡിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്.
അവിടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒന്ന് വിരിക്കാനാണ്. ഇതാണ് സാധനം. ഇത് തുമ്പൻ, ഇത് തുമ്പി. നല്ല ക്യൂട്ടാണ് കേട്ടോ. ആൾ നല്ല ക്യൂട്ടാണെങ്കിൽ നല്ലോണം മാന്തും. നല്ല പാവാണ്, പക്ഷെ നല്ലോണം മാന്തും. കുഞ്ഞുകുട്ടിയാണെന്ന് വിചാരിക്കണ്ട, കുഞ്ഞുകുട്ടിയിലേ മാന്തും ഈ സാധനം. ഇത് എപ്പോഴും അടി കൂടും കേട്ടോ. ഈ സാധനത്തിൽ വെച്ച് ഞാൻ അടി കൂടില്ല. അപ്പം ഞാൻ താഴേക്കൊന്ന് വിടുകയാണ്. ഇപ്പം ഇത് തല്ലുപിടിക്കൊണ്ടിരിക്കുകയാണ് താഴെ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ചില സമയത്ത് അവനൊരു തല്ല് കൊടുക്കാറുണ്ട്. അതിൻ്റെ ദേഷ്യം എപ്പോഴും മാറിയിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ വള്ളികളിലൊക്കെ ഇവിടുന്ന് തൂങ്ങിക്കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. തൂങ്ങിക്കളിക്കും വീഴും. ഇന്ന് രാവിലെയും കൂടെ എൻ്റെ മണ്ടയിൽ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് കുത്തി വീഴും. ഞാനെന്തിനാ ഇത്രയും വലിച്ചെടുത്തത്? എന്നാൽ ഗീവ് അവേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.